ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കൊത്തമര തോരനാണ് കേട്ടോ. കൊത്തമര തോരൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതായിട്ടിപ്പോൾ ഇത് ഒരു 1/2 കിലോയോളം കൊത്തമല്ലി ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം നമുക്ക് പിന്നെ അത് അരിയാനായിട്ട് നല്ല സുഖമല്ലേ. ഇനി ഇത് കൂട്ടിപ്പിടിച്ചിട്ട് കനം കുറച്ച് അരിയുക, അത്രയേ ഉള്ളൂ പണി. ആ രണ്ടറ്റം കട്ട് ചെയ്യണതാണ് കുറച്ച് നേരം പോണത്. പിന്നെ ഇതിങ്ങനെ എല്ലാം കൂട്ടിപ്പിടിച്ച് അരിയാൻ നല്ല ഈസിയാണ്. അപ്പോൾ കഴുകിയതിന് ശേഷം ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. നല്ല ചള്ള് കൊത്തമല്ലി ആണെങ്കിലാണ് തോരനായാലും ഉപ്പേരി ആയാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ കൊത്തമല്ലി തോരനിലേക്ക് എടുത്തിട്ടുള്ളത് 2 സവാള എടുത്തു, ചെറിയ 2 സവാള. പിന്നെ ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി എടുത്തു, പിന്നെ കറിവേപ്പില എടുത്തു. അപ്പോൾ എല്ലാതും വെളുത്തുള്ളി ചതച്ച് വെച്ചു, സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ കുക്കർ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. കടുകിട്ട് പൊട്ടിക്കണമെങ്കിൽ ഈ സമയത്ത് ആദ്യം തന്നെ കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈ വെളുത്തുള്ളി ചേർത്താൽ മതി. വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. അതൊന്നും മുരിഞ്ഞ് വരുമ്പോൾ കുറച്ചും കൂടെ സ്വാദുണ്ടാവും കറിക്ക്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർക്കുക. സവാള അല്ലെങ്കിൽ ചുമന്നുള്ളി അരിയാണെങ്കിൽ അത് ചേർത്താലും നല്ല സ്വാദുണ്ടാവും. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൊരിയട്ടെ. അപ്പോൾ അതിൽ ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ സവാള വേഗം മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഉപ്പ് ചേർക്കണ്ട, നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിലയും ചേർത്തു. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച കൊത്തമല്ലി അതിൽ ചേർത്ത് കൊടുത്തു. ഇനി ഇതിൽ വെള്ളമൊന്നും നമ്മൾ അധികം ഒഴിക്കില്ല കേട്ടോ. വെള്ളം എല്ലാതും കൂടെ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണേ എല്ലാതും കൂടെ നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ സ്പൂണിൽ 2 സ്പൂണ് വെള്ളം, ഇതിൽ 2 സ്പൂണ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ആ അവിയിലൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ഒഴിച്ചു കൊടുത്തത്. കൊത്തമല്ലയിൽ അധികം വെള്ളം ഉണ്ടാവില്ല മറ്റുള്ള പച്ചക്കറി പോലെ. അങ്ങനെ അടച്ചു വെച്ചിട്ട് ആദ്യം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ആവി വരുമ്പോൾ സിമ്മിൽ വെക്കുക. സിമ്മിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ അറിയാം, അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ, കാരണം ആവി വന്നപ്പോൾ തന്നെ നമ്മൾ സിമ്മിലിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ളത് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തു. പിന്നെ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഇതുപോലെ തന്നെ സിമ്മിൽ വെച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് നാളികേരം ചെരുക്കിയത് ചേർത്ത് കൊടുത്തു. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവ് ചേർക്കാം കേട്ടോ. നാളികേരം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. നാളികേരത്തിൻ്റെ ഗുണങ്ങളൊന്നും അങ്ങനെ കളയണ്ടല്ലോ അധികം വേവിച്ചിട്ട്. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ കൊത്തമല്ലി തോരൻ റെഡിയായി. നല്ല സ്വാദാണ് കേട്ടോ. അധികം വെള്ളത്തിൽ വേവാത്തത് കൊണ്ടേ ആ ആവിയിൽ തന്നെയല്ലേ വേവണത്. അതുകൊണ്ട് ഈ തോരൻ നല്ല രസമുണ്ട്. ഇതിലേക്ക് ചുമന്ന മുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.